ഉപജീവനമാർഗത്തിനായി റോഡരികിൽ ബിരിയാണി വിൽപ്പന നടത്തുന്ന തവനൂർ കൂരട സ്വദേശിനി ജമീലയിൽ നിന്നാണ് തിരൂർ സ്വദേശിയെന്ന് പരിചയപ്പെടുത്തിയ അക്ബർ എന്ന യുവാവ് പണം തട്ടിയെടുത്തതെന്ന് പരാതി. വ്ലോഗ് ചെയ്യാമെന്നും സൗജന്യമായി ഭൂമി ലഭ്യമാക്കാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. പരാതി നൽകി 1 മാസമായിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. 70-കാരിയായ ജമീല കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാഗത്ത് ബിരിയാണി വിൽപ്പന നടത്തുന്നതിനിടെ യൂട്യൂബിൽ വ്ലോഗ് ചെയ്യാമെന്നും വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ സൗജന്യമായി ഭൂമി തരപ്പെടുത്തി നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി 7500 രൂപയാണ് അക്ബർ തട്ടിയെടുത്തത്. തിരൂർ ഗൾഫ് ബസാറിലെ മൊബൈൽ കടയിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് റിസ്വാൻ എന്നയാളുടെ ഗൂഗിൾ പേ നമ്പർ വഴിയാണ് അക്ബർ പണം തട്ടിയത്. തിരൂർ പുതിയങ്ങാട് ജാറത്തിന് സമീപം രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയിൽ സൗജന്യമായി ഭൂമി കിട്ടുമെന്നും അതിന് രജിസ്ട്രേഷൻ പണം വേണമെന്നും വിശ്വസിപ്പിച്ചാണ് ജമീലയിൽ നിന്ന് അക്ബർ പണം തട്ടിയത്. ആദ്യം 2 ഘട്ടങ്ങളിലായി 4500 രൂപയും പിന്നീട് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ മരുന്ന് വാങ്ങാൻ സൂക്ഷിച്ച പണമായ 3000 രൂപയും നൽകി. വീണ്ടും പണം ആവശ്യപ്പെട്ട് ഫോൺ ചെയ്തപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതും പരാതി നൽകിയതും. യുവാവിന്റെ ഇടപെടലിലും സംസാരത്തിലും പന്തികേട് തോന്നിയ ജമീലയുടെ മകൾ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പ് മനസ്സിലാക്കി കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് ഇവർ ആരോപിക്കുന്നത്. മൊബൈൽ കടയിലെ ജീവനക്കാരനെ വിശദമായി ചോദ്യം ചെയ്യാനോ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്.